ഇറാൻ രാഷ്ട്രീയത്തിലും ആഗോള നയതന്ത്ര രംഗത്തും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിലനിന്നിരുന്ന കനത്ത അനിശ്ചിതത്വങ്ങൾക്ക് താൽക്കാലിക വിരാമമിട്ടുകൊണ്ട് അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക വിലാപയാത്രയുടെയും സംസ്കാര ചടങ്ങുകളുടെയും സമയവിവരങ്ങൾ ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ട് 4 മാസത്തിലേറെ പിന്നിടുമ്പോഴാണ് ഈ പ്രഖ്യാപനം വരുന്നത് എന്നത് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും നിരവധി ചോദ്യങ്ങൾ ഉയർത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഔദ്യോഗിക അറിയിപ്പുകൾ പ്രകാരം ജൂലൈ 4-ന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ശത്രുക്കളെ വിറപ്പിച്ച ആ മഹാനേതാവിന്റെ വിലാപയാത്രയും അനുസ്മരണ ചടങ്ങുകളും ആരംഭിക്കുന്നത്. അതിനുശേഷം വിവിധ നഗരങ്ങളിലെ പൊതുദർശനങ്ങൾക്കൊടുവിൽ ജൂലൈ 9-ന് വടക്ക് കിഴക്കൻ ഇറാനിലെ ഖമേനിയുടെ ജന്മനാടായ മഷാദിലുള്ള വിശുദ്ധമായ ഇമാം റസേ മസ്ജിദ് പരിസരത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യും. ഖമേനി കൊല്ലപ്പെട്ട് കൃത്യം 130-ലധികം ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇങ്ങനെയൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നത് ആധുനിക ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അസാധാരണമായ ഒന്നാണ്. ഷിയ ഇസ്ലാമിക ആചാരപ്രകാരം മരണപ്പെട്ട വ്യക്തിയുടെ ഭൗതിക ശരീരം എത്രയും വേഗം മണ്ണോട് ചേർക്കണമെന്നാണ് നിയമം. എന്നാൽ ഒരു പരമോന്നത നേതാവിന്റെ വിയോഗത്തിന് ശേഷം ഇത്രയും നീണ്ട ഒരു കാലയളവ് രാജ്യം മൗനം പാലിച്ചതും ചടങ്ങുകൾ വൈകിപ്പിച്ചതും ഇറാൻ ഭരണകൂടത്തിന്റെ ഉള്ളിൽ നടന്ന വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വടംവലികളെയും സുരക്ഷാ ആശങ്കകളെയും വ്യക്തമാക്കുന്നു. ഈ അസാധാരണ കാലതാമസത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര തർക്കങ്ങൾ തന്നെയായിരുന്നു. അലി ഖമേനിയുടെ മരണത്തോടെ രാജ്യത്തിന്റെ നിയന്ത്രണം ആരുടെ കൈകളിൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ വിപ്ലവ ഗാർഡുകളും മതനേതാക്കളും അടങ്ങുന്ന ഉന്നതാധികാര സമിതിയായ അസംബ്ലി ഓഫ് എക്സ്പേർട്സിനുള്ളിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. പുതിയൊരു നേതൃത്വത്തെ പരസ്യമായി പ്രഖ്യാപിക്കാതെ പഴയ നേതാവിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയാൽ അത് രാജ്യത്ത് വലിയ ആഭ്യന്തര കലാപങ്ങൾക്ക് വഴിമാറുമെന്ന ഭയം ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പുറമെ സുരക്ഷാപരമായ കനത്ത വെല്ലുവിളികളും ചടങ്ങുകൾ നീണ്ടുപോകാൻ കാരണമായിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇറാന്റെ സൈനിക ഭരണ തലപ്പത്തേക്ക് എത്രത്തോളം തുളച്ചു കയറാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം പൂർത്തിയാക്കാൻ ഇറാൻ സുരക്ഷാ വിഭാഗത്തിന് മാസങ്ങൾ വേണ്ടിവന്നു. അതേസമയം ഈ നീണ്ട ഇടവേള വാഷിംഗ്ടണുമായി അതീവ രഹസ്യമായി ചർച്ചകൾ നടത്തുന്നതിനായി ടെഹ്റാൻ ഉപയോഗപ്പെടുത്തിയെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധം ഒഴിവാക്കുന്നതിനും തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ അയവ് വരുത്തുന്നതിനുമായി ഇറാൻ പ്രതിനിധികൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി ഒമാൻ ഉൾപ്പെടെയുള്ള നിഷ്പക്ഷ വേദികളിൽ ചർച്ച നടത്തിവരികയാണ്. ഇസ്രയേലുമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക സംഘർഷവും ഈ വൈകലിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഖമേനിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രയേലിന് നേരെ ശക്തമായി തിരിച്ചടി നൽകാൻ ഇറാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും സൈനിക നേതൃത്വത്തിലെ ആശയക്കുഴപ്പങ്ങൾ അതിന് തടസ്സമായി. എന്നാൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകളുടെ തീയതി പ്രഖ്യാപിച്ചതിലൂടെ തങ്ങൾ ആഭ്യന്തര പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുവെന്നും ശത്രുക്കൾക്ക് നേരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പുതിയ നേതൃത്വം പ്രാപ്തമാണെന്നുമുള്ള സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ജൂലൈ 4-ന് ആരംഭിക്കുന്ന ചടങ്ങുകളിലേക്ക് ഏതെല്ലാം വിദേശ രാജ്യങ്ങളിലെ നേതാക്കൾ എത്തുമെന്നതും വലിയ രീതിയിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. റഷ്യ, ചൈന, വടക്കൻ കൊറിയ എന്നീ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ തന്ത്രപരമായ സഖ്യം കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഇറാനിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഖ്യാപനം വലിയ തോതിലുള്ള വൈകാരിക പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുന്നത്. 30-ലധികം വർഷക്കാലം രാജ്യത്തെ നയിച്ച ഒരു നേതാവിന്റെ ഭൗതിക ശരീരം 4 മാസമായി എവിടെയായിരുന്നു എന്നതിനെ കുറിച്ച് ഔദ്യോഗികമായി വ്യക്തത വരുത്താൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അമേരിക്കയും ഇസ്രയേലിനെയും സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം അതീവ നിർണായകമാണ്. ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങളോ സൈനിക നീക്കങ്ങളോ ഉണ്ടാകുമോ എന്ന് പെന്റഗണും മൊസാദും ഭയപ്പെടുന്നുണ്ട്. ഇറാന്റെ സാമ്പത്തിക മേഖലയും ഈ പ്രഖ്യാപനത്തോടെ പുതിയ ചലനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. മാസങ്ങളായി തുടരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം വൻതോതിലിടിഞ്ഞു. എന്നാൽ പുതിയ ഭരണ സംവിധാനം അധികാരമേൽക്കുന്നതിന്റെയും ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കുന്നതിന്റെയും സൂചനകൾ പുറത്തു വന്നതോടെ വിപണിയിൽ ചെറിയ രീതിയിലുള്ള സ്ഥിരത ദൃശ്യമാക്കാൻ തുടങ്ങി. എണ്ണ വിപണിയെയും ഈ വാർത്ത വരും ദിവസങ്ങളിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളുടെ ഭാവി എന്താകും എന്നതിനെ കുറിച്ചും ഈ വിലാപയാത്രയ്ക്ക് ശേഷമേ കൃത്യമായ ചിത്രം ലഭിക്കുകയുള്ളൂ.
ഖമേനി മുന്നോട്ട് വെച്ചിരുന്ന കടുത്ത അമേരിക്കൻ വിരുദ്ധ നയങ്ങളിൽ നിന്നും നേരിയ വ്യതിയാനം വരുത്താൻ പുതിയ നേതൃത്വം തയ്യാറാകുമോ അതോ കൂടുതൽ തീവ്രമായ നിലപാടുകളിലേക്ക് നീങ്ങുമോ എന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകളെ ആശ്രയിച്ചിരിക്കും. ഈ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിലെ പ്രതിരോധ നിരയായ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ എങ്ങനെ ബാധിക്കുമെന്നതും ചർച്ചാ വിഷയമാണ്. തങ്ങളുടെ പ്രധാന സാമ്പത്തിക സൈനിക സഹായിയായിരുന്ന ഖമേനിയുടെ വിടവാങ്ങൽ ചടങ്ങുകളിൽ ഈ സംഘടനകളുടെ തലവന്മാർ നേരിട്ട് പങ്കെടുക്കാൻ ടെഹ്റാനിലെത്തിയേക്കാം. ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1989 ആയത്തുള്ള റുഹല്ല ഖൊമേനി അന്തരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. അന്നത്തെ വിലാപയാത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടത്തിന് സാക്ഷ്യം വഹിച്ച ഒന്നായിരുന്നു. അത്തരമൊരു ജനസാഗരത്തെ ജൂലൈ 4 ടെഹ്റാനിലെ തെരുവുകളിൽ വീണ്ടും അണിനിരത്തി തങ്ങളുടെ ജനകീയ അടിത്തറ തകർന്നിട്ടില്ലെന്ന് പാശ്ചാത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് വിപ്ലവകാരികൾ ഇപ്പോൾ പദ്ധതിയിടുന്നത്. അലി ഖമേനിയുടെ മരണാനന്തര ചടങ്ങുകളുടെ ഈ പ്രഖ്യാപനം കേവലം ഒരു മതപരമായ ചടങ്ങ് മാത്രമല്ല. അലി ഖമേനിയുടെ മരണാനന്തര ചടങ്ങുകളുടെ ഈ പ്രഖ്യാപനം കേവലം ഒരു മതപരമായ ചടങ്ങ് മാത്രമല്ല, മറിച്ച് ഇറാന്റെ അതിജീവനത്തിന്റെയും പുതിയൊരു രാഷ്ട്രീയ യുഗപ്പിറവിയുടെയും വിളംബരമാണ്. വരും ദിവസങ്ങളിൽ ടെഹ്റാനിൽ നിന്നും മഷാദിൽ നിന്നും പുറത്തുവരുന്ന ഓരോ വാർത്തകളും മിഡിൽ ഈസ്റ്റിന്റെ മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ ഗതിവിഗതികളെ മാറ്റിമറിക്കാൻ പോന്നവയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.